നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ചില പർട്ടിക്കുലർ സംവിധായകർ ചില ജോണറുകളിൽ വളരെ മികച്ചു നിൽക്കുന്നവരാണെന്ന്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അമൽ നീരദിനൊരു ജോണറുണ്ട്, വിനീത് ശ്രീനിവാസിനൊരു ജോണറുണ്ട്, ബേസിൽ ജോസഫിനുണ്ട്. അങ്ങനെ പല സംവിധായകർ പല ജോണറുകളിൽ അവരുടേതായ രീതിയിൽ സിനിമ മികച്ചതാക്കുന്നു. അത്തരത്തിൽ റോംകോം ജോണറിൽ തന്നെ വെല്ലാൻ ആരുമില്ല എന്ന് വീണ്ടും അടിവരയിട്ട് തെളിയിക്കുകയാണ് പ്രേമലു എന്ന സിനിമയിലൂടെ ഗിരീഷ് ഷേഡി. ഗിരീഷിൻ്റെ ഒരു ഫിലിമോഗ്രാഫി നമുക്കൊന്ന് നോക്കാം. ആദ്യ സിനിമ തണ്ണീർമത്തൻ ദിനങ്ങളാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ ഒരു ഏർലി ടീൻ, അതായത് ഒരു ടീനേജറുടെ ഏർലി ലൈഫിൽ നടക്കുന്ന ഒരു റോംകോം ഡ്രാമയായിട്ട്, അതൊരു സ്കൂളിൽ നടക്കുന്ന ഒരു സിനിമ. പിന്നീട് വരുന്നത് സൂപ്പർ ശരണ്യാണ്. സൂപ്പർ ശരണ്യാകട്ടെ കോളേജിൽ നടക്കുന്ന ഒരു റോംകോം. പിന്നീട് പ്രേമലു നോക്കുകയാണെങ്കിൽ ഗിരീഷിൻ്റെ മുൻ സിനിമകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വൈഡായിട്ടൊരു ഏരിയ, അതായത് ഒരു മിഡ് 20s ഒരു ടീനേജർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അയാളുടെ പ്രേമം, അയാളുടെ നിലനിൽപ്പിൻ്റെ കാര്യങ്ങൾ എന്നിങ്ങനെയെല്ലാം കണക്ക് കൂട്ടിയാണ് പ്രേമലു വരുന്നത്. ഗിരീഷിൻ്റെ മുൻ പടങ്ങളെ പോലെ ഈ ഒരു ജോണറിനെ എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാമോ അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഫൺ ഫാക്ടർ ചിരിപ്പടമാണ് ശരിക്കും പ്രേമലു. ഈ ഒരു ജനറേഷനിൽ കിടന്ന് കറങ്ങുന്ന ജോക്കുകൾ, സന്ദർഭങ്ങൾ, മനുഷ്യരുടെ സ്വഭാവങ്ങൾ എന്നിവയെല്ലാം കൂട്ടിച്ചേർത്ത ഒരു ഫൺ റൈഡ്. കണ്ടുകൊണ്ടിരിക്കെ പ്രേക്ഷകന് പലപ്പോഴുമായി പടം ചിലപ്പോൾ ഡൗൺ ആകുന്നു എന്നൊക്കെ തോന്നാം. പക്ഷേ അപ്പോഴെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫൺ ഫാക്ടർ, അത് തമാശകളാകാം, സന്ദർഭങ്ങളാകാം, അങ്ങനെ പലതുമാകാം, അത് സിനിമയെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരു ഗിരീഷ് ഷേഡി പടത്തിലുള്ള ടിപ്പിക്കലായ ഒരു പ്രതിനായകൻ പ്രേമലുവിലുമുണ്ട്. ഈഗോയുള്ള, സംശയരോഗമുള്ള ഒരു കുത്തിത്തിരിപ്പൻ ആൻറ്റഗോണിസ്റ്റിന് മുൻ പടങ്ങളിലേതുപോലെ ഗിരീഷ് ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ നൽകിയിട്ടുമുണ്ട്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം നെസ്ലിൻ സംഗീത് പ്രതാപ് കോംബോയാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ജോക്കുകൾ, സന്ദർഭങ്ങൾ, ഇവയെല്ലാമാണ് സിനിമയെ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, പ്രേമലുവിൽ നെസ്ലിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. തണ്ണീർമത്തൻ തൊട്ടിങ്ങോട്ട് കോമഡി കൈകാര്യം ചെയ്യുന്നതിലും ഇത്തരം സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും നെസ്ലിൻ കാണിക്കുന്ന മികവ് അപാരമാണ്. രണ്ടാം പകുതിയിൽ സിനിമയുടെ മൂഡ് മൊത്തത്തിൽ ഷിഫ്റ്റ് ആകുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ നെസ്ലിൻ പ്രകടിപ്പിച്ച മികവ്, അത് ബോഡി ലാംഗ്വേജിലാകട്ടെ, ഡയലോഗ് ഡെലിവറി ആകട്ടെ, അതെല്ലാം ഭയങ്കര അപാരമാണ്. നമ്മളൊക്കെ പറയാറില്ലേ ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്നൊക്കെ, അത്തരത്തിലുള്ള ഒരു ആക്ടർ മെറ്റീരിയലായി നെസ്ലിൻ മാറുന്നു എന്ന് പറഞ്ഞാലും യാതൊരു അത്ഭുതവുമില്ല. വലിയ രീതിയിലോ കീറി മുറിച്ചോ ഇങ്ങനെയൊന്നും വിലയിരുത്തപ്പെടേണ്ട സിനിമയല്ല പ്രേമലു. കാണുന്ന പ്രേക്ഷകന് എൻ്റർടൈൻമെൻറ്റ് ഗ്യാരണ്ടി നൽകുന്ന സിനിമ, അതാണ് പ്രേമലു. പ്രേമലുവിലൂടെ ഒരു കാര്യം ഗിരീഷ് അരക്കെട്ടിട്ട് ഉറപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ മനസ്സിൽ റോംകോം ജോണറിൽ ഏറ്റവും മികച്ച ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന സംവിധായകൻ എന്നൊരു സ്ഥാനം സിനിമാ ആസ്വാദകർ ചുമ്മാ കൽപ്പിച്ചു കൊടുക്കുന്നതല്ല ആ വിശ്വാസം. ഇത്തരത്തിലുള്ള ഒരു ജോണറിൽ വെറും 3 സിനിമകൾ കൊണ്ട് ട്രെൻഡ് സെറ്ററായ ഗിരീഷിനോളം ഇനി ആര് പയറ്റി തെളിയും എന്ന ചോദ്യമാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്.